നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ക്രീമി സാലഡ് റെഡിയാക്കി എടുത്താലോ? അതിന് വേണ്ടിയിട്ട് ഞാനത് ആദ്യം കുക്കുംബർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുക്കുംബർ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ക്യാരറ്റ് എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിലായിട്ട് അരിഞ്ഞിട്ടെടുത്തിട്ടുള്ളത്. പിന്നെ പൈനാപ്പിൾ ചേർക്കുന്നുണ്ട്. പൈനാപ്പിൾ ഇതിൻ്റെ ഒരു കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ. പൈനാപ്പിളും ആപ്പിളൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോണ്ടല്ലോ ഈ ഒരു സാലഡിന് പ്രത്യേക ഒരു ടേസ്റ്റ്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഗ്രേപ്സ് ചേർത്ത് കൊടുക്കാം, അതേമാതിരി വാട്ടർമെലോൺ ചേർത്ത് കൊടുക്കാം, ഒക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ അപ്പോഴൊക്കെ നമുക്ക് കഴിക്കുന്ന സമയത്ത് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ, വാട്ടർമെലോണൊക്കെ. പിന്നെ സെലറി ലീവ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതാ മയണൈസ്, നമ്മുടെ ബോയിൽഡ് എഗ്ഗിൻ്റെ മയണൈസ് ഉണ്ടല്ലോ, അത് അരക്കപ്പും പിന്നെ അതിലേക്ക് അരക്കപ്പ് ഗ്രീക്ക് യോഗോട്ട് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ക്രീമും കൂടെ ചേർത്ത് കൊടുത്താലുണ്ടല്ലോ നമ്മുടെ സാലഡിൻ്റെ ടേസ്റ്റ് തന്നെ മാറും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഗ്രീക്ക് യോഗോട്ടും അതുപോലെ തന്നെ ഈ ഒരു മയണൈസും കൂടെ ആകുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് എരിവിനൊക്കെയാണ് ചില്ലി ഫ്ലേക്സും പെപ്പർ പൗഡറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു മധുരവും കൂടെ ഉണ്ടാവും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചവർക്ക് അറിയാൻ പറ്റും. അതിനാണ് തേനും ചേർത്തിട്ടുള്ളത്. എന്നിട്ടത് ആവശ്യത്തിന് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് സാലഡ് റെഡി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റൈറ്റാണ്. സാലഡ് തന്നെ വ്യത്യസ്ത തരത്തിൽ ഉണ്ടാക്കിയെടുക്കാം അല്ലേ? പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ കിട്ടോ ടേസ്റ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി വെജിറ്റബിൾസും എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എടുത്തു എന്ന് മാത്രം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. അപ്പോൾ ഇൻഷാല്ലാ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.